നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU വടകര താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. KSKTU ജില്ലാ സെക്രട്ടറി KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അന്യായമായ തരം മാറ്റൽ റദ്ദ് ചെയ്യുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വടകര നാദാപുരം കുന്നുമ്മൽ ഒഞ്ചിയം ഏരിയയിലെ നൂറുകണക്കിന് കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSKTU ജില്ലാ സെക്രട്ടറി KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഭൂമിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിനെ ബാധിച്ചു. ജലം ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്നത് വയലുകളിലാണ്, മഴവെള്ളവുമല്ല. ആ വയലുകൾ നികത്തപ്പെട്ടതോടെ ജലത്തിന്റെ സംഭരണശേഷി കുറഞ്ഞു. അത് ജലസ്രോതസ്സുകളെ ബാധിച്ചു. ഭൂമിയിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ തോടുകളിലേക്കും പുഴകളിലേക്കും ഒഴുകി കടലിലേക്ക് എത്തുന്ന സാഹചര്യവും വന്നു. പരിസ്ഥിതിയെ വലിയ തോതിൽ ബാധിച്ചു. വയലുകളെയും തണ്ണീർത്തടങ്ങളെയും ആശ്രയിച്ചു കഴിയുന്ന ജൈവ വൈവിധ്യങ്ങളെ, ആവാസ വ്യവസ്ഥയെ അത് ബാധിച്ചു. നിരവധി പകർച്ചവ്യാധികൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലസ്രോതസ്സിനെയും ഭക്ഷ്യോത്പാദനത്തെയും ബാധിക്കുന്നതോടൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുകയും മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്ര പ്രശ്നമായി ഉയർന്നു വന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സഖാവ് കണാരട്ടനെ പോലുള്ള നേതാക്കന്മാർ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഘട്ടത്തിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം കേരളത്തിൽ ആരംഭിച്ചത്. ആ പ്രക്ഷോഭം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേരളത്തിൽ ആളിപ്പടർന്നപ്പോ മണ്ണിട്ട് നികത്തി കൃഷി നടത്തിയ സ്ഥലത്ത് തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചപ്പോ ഇത് വെട്ടിനിരത്തൽ സമരമാണ് എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചത്. വലതുപക്ഷ രാഷ്ട്രീയവും കർഷക തൊഴിലാളി പ്രസ്ഥാനം നടത്തിയ സമര പ്രക്ഷോഭത്തെ വെട്ടിനിരത്തൽ സമരം എന്നാക്ഷേപിച്ച് അപകീർത്തിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചിരുന്നത്. എന്നാൽ നിർഭയമായി കർഷക തൊഴിലാളി പ്രസ്ഥാനം ആ സമരം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരായിരുന്നില്ല ആ കാലത്തെ കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ. അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു, അവർ വയലുകളിലൂടെ നടന്നു, അവർ തോടുകളുടെ വെള്ളമൊഴുക്കിന്റെ ഗതിയെ കുറിച്ച് ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി, കാർഷിക മേഖലയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പഠിച്ചു, പുതുതായി വരുന്ന രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യം നേടിയവരായി ആ കാലത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൽ CH മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നാദാപുരം ഏരിയ സെക്രട്ടറി KK ദിനേശൻ, PP ബാലൻ, കുന്നുമ്മൽ കണാരൻ, PK സ്മിത എന്നിവർ സംസാരിച്ചു.